BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ് പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. മതമേലധ്യക്ഷന്മാരെ കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. ക്രൈസ്തവ പിന്തുണ വീണ്ടെടുക്കുവാൻ BJP. പാർട്ടിയുടെ ക്രൈസ്തവ നയതന്ത്രം പാളിയെന്ന ഒരു വിഭാഗത്തിന്റെ വിമർശനത്തിന് പിന്നാലെ ക്രൈസ്തവ പിന്തുണ നേടുവാൻ തീവ്രശ്രമവുമായി BJP. ക്രൈസ്തവ മേലധ്യക്ഷന്മാരെയും ബിഷപ്പുമാരെയും സന്ദർശിച്ച് കാര്യങ്ങൾ വിശദീകരിക്കുവാൻ തീരുമാനം. ഇന്നു മുതൽ ഒരാഴ്ച നീണ്ടുനിൽക്കുന്ന ഔട്ട്റീച്ച് പ്രോഗ്രാം നടത്തും. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജിനെ ചുമതലയേൽപ്പിച്ചു. രാജീവ് ചന്ദ്രശേഖർ, S. സുരേഷ്, ഷോൺ ജോർജ്, മോർച്ച നേതാക്കളായ ജിജി ജോസഫ്, സുമിത് ജോർജ് എന്നിവർ ഇന്നലെ KG മാരാർ ഭവനിൽ യോഗം ചേർന്നാണ് സന്ദർശനങ്ങൾ തീരുമാനിച്ചത്. ഷോൺ ജോർജ് ഇന്ന് കേരള കത്തോലിക് ബിഷപ്പ് കൌൺസിൽ പ്രസിഡന്റ് കർദിനാൾ ബസേലിയോസ് ക്ലിമ്മിസ് ബാവ, ലത്തീൻ അതിരൂപത വികാരി ജനറൽ ഫാദർ യുജീൻ പെരേര എന്നിവരെ കാണും. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ BJP പരോക്ഷമായും പ്രത്യക്ഷമായും വിമർശിച്ച ക്രൈസ്തവ സഭകൾ രംഗത്തെത്തിയിരുന്നു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുമെന്ന് ക്രൈസ്തവ സഭകൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ക്രൈസ്തവ പിന്തുണ വീണ്ടെടുക്കുവാൻ BJPയുടെ ശ്രമം. സുമതി വളവ് സിനിമയ്ക്കെതിരെ സംഘടിത സൈബർ ആക്രമണം നടക്കുന്നതായി പരാതി. മലയാള സിനിമയിലെ പുതിയ ചർച്ചാ വിഷയമായി സുമതി വളവ് റിലീസ് ചെയ്ത് 5 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തിയേറ്ററുകളിൽ മികച്ച പ്രതികരണം നേടി മുന്നേറുകയാണ് ചിത്രം. എന്നാൽ സുമതി വളവ് സോഷ്യൽ മീഡിയയിൽ കടുത്ത ഡീഗ്രേഡിംഗ് ക്യാമ്പയിനുകൾക്ക് ഇരയാവുന്നു എന്നാണ് അണിയറ പ്രവർത്തകർ ഉന്നയിക്കുന്ന ആരോപണം. മാളികപ്പുറം എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം സംവിധായകൻ വിഷ്ണു ശശിശങ്കറും തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ളയും ഒരുമിച്ച ഈ ഫാമിലി ഹൊറർ ചിത്രത്തിന് ബോക്സ് ഓഫീസിൽ 10 കോടിക്കടുത്ത് കളക്ഷൻ നേടാൻ സാധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. അർജുൻ അശോകൻ നായകനായി എത്തുന്ന സുമതി വളവ് പ്രേക്ഷകരുടെ ഇടയിൽ സ്വീകാര്യത നേടുന്നതിനിടയിൽ മനഃപൂർവ്വം സിനിമയെ തകർക്കുവാൻ ശ്രമിക്കുന്നുവെന്ന് അണിയറ പ്രവർത്തകർ പറയുന്നു. ഇതിനെതിരെ സൈബർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സിനിമയെ മാത്രമല്ല അണിയറ പ്രവർത്തകരുടെ കുടുംബത്തെയും സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെയും കമന്റുകളിലൂടെയും അധിക്ഷേപിക്കുന്നുവെന്നും ആരോപണമുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനുള്ള തീയതി നീട്ടണം. കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള തീയതി നീട്ടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്ത് നൽകി. ജൂലൈ 23-ന് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ഓഗസ്റ്റ് 7 വരെ 15 ദിവസം മാത്രമാണ് പേര് ചേർക്കാനുള്ള സമയം അനുവദിച്ചിരുന്നത്. ഓൺലൈൻ വഴി ചെയ്യേണ്ട പേര് ചേർക്കൽ, തിരുത്തൽ, ഒരു വാർഡിൽ നിന്നും മറ്റൊരു വാർഡിലേക്ക് പേര് മാറ്റുന്നത് അടക്കമുള്ള പ്രക്രിയകൾക്ക് തുടക്കം മുതലേ പല സ്ഥലങ്ങളിലും സാങ്കേതിക തകരാർ മൂലം തടസ്സം നേരിട്ടിരുന്നു. പേര് ചേർക്കാനുള്ള അവസാന തീയതി അടുക്കുമ്പോൾ സാങ്കേതിക തകരാർ രൂക്ഷമായിരിക്കുകയാണെന്നും അദ്ദേഹം കത്തിൽ കൂട്ടിച്ചേർത്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ലൈംഗികാധിക്ഷേപ പരാതി 2 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ 2 ജീവനക്കാർക്ക് സസ്പെൻഷൻ. സബ് ഗ്രൂപ്പ് ഓഫീസർ പുരുഷോത്തമൻ പോറ്റി, ജീവനക്കാരൻ മധു എന്നിവർക്കെതിരെയാണ് നടപടി. ജീവനക്കാരിയുടെ ലൈംഗിക അധിക്ഷേപ പരാതിയെക്കുറിച്ച് മാധ്യമങ്ങൾ വാർത്ത നൽകിയതിനെ തുടർന്നാണ് നടപടി. സംഘടനാ പ്രവർത്തനത്തിനായി ഫണ്ട് പിരിവിനെത്തിയ ദേവസ്വം ബോർഡ് ജീവനക്കാരാണ് സഹപ്രവർത്തകയെ അപമാനിച്ചത്. പിരിവ് വാങ്ങി മടങ്ങിയ ജീവനക്കാരിൽ ഒരാളുടെ ഫോണിൽ നിന്നും അബദ്ധത്തിൽ ജീവനക്കാരിക്ക് കോൾ പോയി. ഇതറിയാതെ ഇരുവരും ചേർന്ന് ജീവനക്കാരിക്കെതിരെ മോശമായി സംസാരിക്കുകയായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് നൽകിയ പരാതി അന്വേഷിച്ച ആഭ്യന്തര വിജിലൻസ് ജീവനക്കാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായതായി കണ്ടെത്തി. ഈ റിപ്പോർട്ട് പരിഗണിച്ചാണ് അരുവിക്കര ദേവസ്വം സബ് ഗ്രൂപ്പ് ഓഫീസർ പുരുഷോത്തമൻ പോറ്റി, ജീവനക്കാരൻ മധു എന്നിവരെ ദേവസ്വം കമ്മീഷണർ സസ്പെൻഡ് ചെയ്തത്. പരാതിക്കാരിയുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും ശരിവച്ചാണ് നടപടി. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. സ്കൂൾ ആശുപത്രികളിൽ സുരക്ഷാ പരിശോധനയ്ക്ക് സർക്കാർ. ബലഹീനമായ കെട്ടിടങ്ങളുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണം മുഖ്യമന്ത്രി. സ്കൂളുകളിലും ആശുപത്രികളിലും ഉൾപ്പെടെ ബലഹീനമായതും പൊളിച്ചു മാറ്റേണ്ടതുമായ കെട്ടിടങ്ങളുണ്ടെങ്കിൽ അവയുടെ വിവരം 2 ആഴ്ചയ്ക്കകം നൽകണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത നിവാരണ വകുപ്പിനോട് നിർദ്ദേശിച്ചു. സ്കൂളുകളിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. പൊളിച്ചു മാറ്റേണ്ടവ, അറ്റകുറ്റപ്പണി വേണ്ടവ എന്നിവ വേർതിരിച്ച് നൽകണം. അവധി ദിവസങ്ങൾക്ക് മുൻഗണന നൽകി വേണം സ്കൂൾ കെട്ടിടങ്ങൾ പൊളിക്കുവാൻ. പൊളിച്ചുമാറ്റിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിയും വരെ
ക്ലാസുകൾ നടത്തുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും PTA-യും വിദ്യാഭ്യാസ വകുപ്പും പകരം സംവിധാനം കണ്ടെത്തണം. അൺഎയ്ഡഡ് സ്കൂൾ കെട്ടിടങ്ങളുടെയും സുരക്ഷാ പരിശോധന ഇതോടൊപ്പം നടത്തുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് ഭരണം നഷ്ടമായി. അവിശ്വാസ പ്രമേയം പാസായി. കൂത്താട്ടുകുളം നഗരസഭയിൽ LDF-ന് തിരിച്ചടി. UDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം പാസായി. LDF വിമത അംഗ കലാരാജു UDF-ന് വോട്ട് ചെയ്തു. LDF വിമത അംഗം കലാരാജു UDF-ന് വോട്ട് ചെയ്തു. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് അവിശ്വാസ പ്രമേയം പാസായത്. ചെയർപേഴ്സൺ വിജയ് ശിവനും വൈസ് ചെയർമാൻ സണ്ണി കുര്യാക്കോസിനും എതിരെയാണ് അവിശ്വാസ പ്രമേയം. പാർട്ടിയോട് ഇടഞ്ഞ CPIM കൌൺസിലർ കലാരാജുവിനും സ്വതന്ത്ര കൌൺസിലർ സുനിലിനും പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. ഉച്ചയ്ക്ക് ശേഷം വൈസ് ചെയർമാനെതിരായ പ്രമേയം നടക്കും. കഴിഞ്ഞ ജനുവരിയിൽ നടന്ന അവിശ്വാസ പ്രമേയത്തിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു നഗരസഭയിൽ അരങ്ങേറിയത്. LDF കൌൺസിലറായ കലാരാജു അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുവാൻ എത്തിയതോടെ LDF പ്രവർത്തകർ തന്നെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത്. രാഷ്ട്രീയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും ഇടവച്ചിരുന്നു. ഇത്തവണ പോലീസ് സുരക്ഷയോടുകൂടിയാണ് കലാരാജു അവിശ്വാസ പ്രമേയത്തിന് മുനിസിപ്പാലിറ്റിയിൽ എത്തിയത്. ട്രംപ് ആഘാതത്തിൽ വിപണി. സ്വർണ്ണവില കൂടി. രൂപയ്ക്ക് തിരിച്ചടിയായി താരിഫ് ഭീഷണി. ഇന്ത്യയ്ക്ക് മേലുള്ള പകരച്ചുങ്ക വർധനവുമായി മുന്നോട്ടു പോകുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പും ഫെഡറൽ റിസർവ് പലിശ കുറച്ചേക്കുമെന്ന സൂചനയും വിവിധ വിപണികളെ ബാധിക്കുന്നത് പല മട്ടിലാണ്. ഫെഡ് സെപ്റ്റംബറിലും ഡിസംബറിലുമായി 2 തവണ പലിശ കുറയ്ക്കുമെന്ന പ്രതീക്ഷയിൽ നിക്ഷേപകർ സ്വർണ്ണത്തിലേക്ക് തിരിഞ്ഞത് സ്വർണ്ണവില കൂടാനിടയാക്കി. സംസ്ഥാനത്ത് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് സ്വർണ്ണം. പവന് ഇന്ന് 80 രൂപയും ഗ്രാമിന് 10 രൂപയുമാണ് കൂടിയത്. ഒരു പവന്റെ വില 3/4 ലക്ഷത്തിന് 40 രൂപ മാത്രം കുറഞ്ഞ നിരക്കിലാണ്. ഗ്രാമിന് വില 9,370 രൂപയായി. പണിക്കൂലിയും GSTയും അടക്കം 80,000 രൂപയ്ക്ക് മുകളിൽ നൽകിയാലേ ഒരു പവൻ ആഭരണ രൂപത്തിൽ ലഭിക്കൂ. ഈ മാസം 1,760 രൂപയാണ് പവന് വർദ്ധിച്ചത്. ആഗോള സാമ്പത്തിക സാഹചര്യങ്ങളിലെ മാറ്റം ഡോളറിന് കരുത്ത് നൽകിയപ്പോൾ രൂപ ഇടിവിലാണ്. ഇന്ന് വ്യാപാരാരംഭത്തിൽ ഡോളർ 1-ന് 20 പൈസ കുറവിലാണ് വിനിമയം നടക്കുന്നത്. ഒരു ഡോളറിന് 87 രൂപ 85 പൈസയായി. കഴിഞ്ഞ ദിവസം 87 രൂപ 65 പൈസ എന്ന നിരക്കിലാണ് രൂപയുടെ വ്യാപാരം അവസാനിച്ചത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.